ബെറ്റർ ആയിട്ടുള്ള എഞ്ചിൻ ഓയിൽസ് എപ്പോഴും യൂസ് ചെയ്യുക. നമുക്കറിയാം ബൈക്കിൻ്റെ ബ്ലഡാണ് എഞ്ചിൻ ഓയിൽ. സോ അതിൽ ഒരു കോംപ്രമൈസും ചെയ്യരുത്. എഞ്ചിൻ്റെ ഹെൽത്തിനും എല്ലാം അത് ബാധിക്കും. ഞാൻ ഫസ്റ്റ് ടൈം എംലൂബ് യൂസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഞാൻ ഇതിലോട്ട് സ്വിച്ച് ചെയ്തപ്പോഴത്തേക്കും ബൈക്ക് ബട്ടർ സ്മൂത്തായി ഫീൽ ആയിരുന്നു. വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യമഹ R15 പറ്റി ഏറ്റവും ബെസ്റ്റ് എഞ്ചിൻ ഓയിൽ ഏതാണെന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം 2 വർഷമായിട്ട് ഈ ബൈക്ക് യൂസ് ചെയ്യുന്നു. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയ ഒരു എഞ്ചിൻ ഓയിലാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക, നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ബൈക്ക് മേടിച്ചിട്ട് ആദ്യത്തെ ഒരു 3 സർവീസോളം തന്നെ ഞാൻ 40 പ്രീമിയം എന്ന് പറഞ്ഞിട്ട് എമലൂബിൻ്റെ തന്നെ ഒരു ഓയിലാണ് തന്നെയാണ് യൂസ് ചെയ്തത്. പക്ഷേ ഞാൻ അത് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. കാര്യം ആ ഓയിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു ഫീല് മാറുന്നുണ്ട്. നമ്മൾ സർവീസ് ചെയ്തെടുക്കുമ്പോഴത്തേക്കുള്ള ഒരു ഫീൽ കുറച്ച് അറിയുമ്പോൾ പിന്നെ ഉണ്ടാവില്ല. ഭയങ്കരമായിട്ട് എഞ്ചിൻ ഹാർഷ് ആവുന്ന ഒരു ഫീലായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ എമയിൽ തന്നെ ചോദിച്ചപ്പോഴത്തേക്കും അവരെനിക്ക് വേറെ ഓയിൽ സജസ്റ്റ് ചെയ്തതാണ്. എമയുടെ ഒരു കുറച്ചും കൂടെ പ്രീമിയം ആയിട്ടുള്ള ഒരു ഓയിൽ. ഓൾമോസ്റ്റ് ലിറ്ററിന് ഒരു 1500 ആ ഒരു റേഞ്ച് ആയിരുന്നു അതിന് കോസ്റ്റ് വരുന്നത്. ആ ഒരു ഓയിൽ ഞാൻ ട്രൈ ചെയ്തു. പക്ഷേ ആ ഒരു ഓയിലും കുറച്ച് നാളും കൂടെ അതിൽ നല്ലൊരു പെർഫോമൻസ് എനിക്ക് ഫീൽ ചെയ്തു. മീൻസ് കുറച്ചും കൂടെ സ്മൂത്തായിട്ട് ഫീൽ ചെയ്തു. പക്ഷേ സ്റ്റിൽ ഒരു കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ആ ഓയിലും സെയിം അവസ്ഥ തന്നെയായിരുന്നു. എനിക്ക് വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഒന്നും ആ ഒരു ഓയിലിൽ എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഞാൻ ആഫ്റ്റർ മാർക്കറ്റ് ഓയിലിൽ നോക്കി തുടങ്ങി. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയൊരു സജഷനാണ് ഈ ഒരു അഡിനോൾ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ എഞ്ചിൻ ഓയിൽ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് തന്നെ ഇതാണ് ആ ഒരു എഞ്ചിൻ ഓയിൽ. ഞാനിപ്പോൾ കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് ഈ ഒരു എഞ്ചിൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഞാൻ വളരെ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ അതുകൊണ്ടാണ് സ്പെഷ്യലായിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഓയിൽ ആക്ച്വലി ഞാൻ യൂസ് ചെയ്തപ്പോഴത്തേക്കും ഫസ്റ്റ് ടൈം ഞാൻ എമലൂബ് യൂസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഞാൻ ഇതിലോട്ട് സ്വിച്ച് ചെയ്തപ്പോഴത്തേക്കും ബൈക്ക് ബട്ടർ സ്മൂത്തായി ഫീൽ ആയിരുന്നു. അറിയാം, കഴിഞ്ഞ ഒരു നെറ്റ് റൈഡിൻ്റെ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഈ ഒരു അഡിനോൾ ആദ്യമായിട്ട് യൂസ് ചെയ്തിട്ട് ബൈക്ക് റൈഡ് ചെയ്യുന്നത്. നല്ല ഫീലായിരുന്നു, ബൈക്ക് നല്ല സ്മൂത്തായി. പക്ഷേ എനിക്ക് ഏറ്റവും ഈ ഒരു ഓയിൽ ഇഷ്ടപ്പെടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഏകദേശം 1500 കിലോമീറ്ററോളം ആ ഒരു ഓയിൽ ഓടിച്ചിട്ടാണ് ഞാൻ ചേഞ്ച് ചെയ്തത്. പക്ഷേ ഞാൻ പറയുന്നു ഒരു 5000 കിലോമീറ്ററാണ് ഡെഡ് ലൈൻ, അതിന് മുമ്പ് തന്നെ മാറുക. കമ്പനി ഏകദേശം 6000-7000 ആ ഒരു റേഞ്ച് പറയുന്നുണ്ട്. സ്റ്റിൽ ഒരു 5000 കിലോമീറ്ററിൽ നമ്മൾ ആ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതാണ് എപ്പോഴും വണ്ടിക്ക് നല്ലത്. എപ്പോഴും ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ എൻ്റെ കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ് ഞാൻ ഒരു 500 കിലോമീറ്റർ എക്സ്ട്രാ എനിക്ക് പോകേണ്ടി വന്നു. പക്ഷേ സ്റ്റിൽ ഞാൻ അതിനുള്ളിൽ തന്നെ ഞാൻ മാറി. അപ്പോൾ ആ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെച്ച് ചെയ്യുക. പിന്നെ ഈ ഒരു ഓയിലിൻ്റെ മെയിൻ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ആ ഓയിൽ മാറിയിട്ടും എനിക്ക് വലിയൊരു ഫീല് തോന്നുന്നില്ല. ഒരു ഭയങ്കരമായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്ത ഫീലില്ല. കാര്യം സ്റ്റിൽ ആ ബൈക്ക് അത്ര സ്മൂത്തായിരുന്നു. എനിക്ക് നല്ല ഒരു ഫീൽ ആൻഡ് ഫീഡ്ബാക്കാണ് ആ ഒരു ഓയിൽ വന്ന് എനിക്ക് കിട്ടിയത്. സോ നിങ്ങളും ജസ്റ്റ് ആ ഒരു ഓയിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. പിന്നെ വേറെ ഏതെങ്കിലും ഓയിൽ നിങ്ങൾക്ക് ഇതുപോലെ നല്ല ബെറ്റർ പെർഫോമൻസ് ആയിട്ട് R15 ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓയിൽ ഏതാണെന്നുള്ള താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു ഓയിലും ഏകദേശം ഒരു 1500 റേഞ്ച് തന്നെയാണ് പ്രൈസ് വരുന്നത്. നല്ല ഓയിലാണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഫൈനലി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എഞ്ചിൻ ഓയിൽ എമലോബിൻ്റെത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ആഫ്റ്റർ മാർക്കറ്റ് ഓയിൽ യൂസ് ചെയ്യുക. ബൈക്കിൽ നല്ലത് അത് തന്നെയാണ്. കാര്യം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നമ്മൾ കാണുന്ന ആ ഒരു ക്വാളിറ്റിയോ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളോ ഒന്നും അല്ല നമുക്ക് ഇവിടെ കിട്ടുന്ന എഞ്ചിൻ ഓയിൽസ്. സോ അതൊരു ഫാക്റ്റാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ ബൈക്കിൻ്റെ ഹെൽത്തിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചൂസ് ചെയ്യുക. സോ ബെറ്റർ ആയിട്ടുള്ള എഞ്ചിൻ ഓയിൽസ് എപ്പോഴും യൂസ് ചെയ്യുക. നമുക്കറിയാം ബൈക്കിൻ്റെ ബ്ലഡാണ് എഞ്ചിൻ ഓയിൽ. സോ അതിൽ ഒരു കോംപ്രമൈസും ചെയ്യരുത്. എഞ്ചിൻ്റെ ഹെൽത്തിനും എല്ലാം അത് ബാധിക്കും. എല്ലാവരും നല്ല എഞ്ചിൻ ഓയിൽസ് തന്നെ ബൈക്കിന് നന്നായിട്ട് യൂസ് ചെയ്ത് അറിയാവുന്നവരുടെ ചോദിച്ചിട്ട് നല്ലൊരു ബ്രാൻഡ് ചൂസ് ചെയ്ത് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കിനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.